പ്രൈസ് ദി ലോർഡ്. പെന്റക്കോസ്റ്റ് മെസ്സഞ്ചർ യൂട്യൂബ് ചാനലിൽ കൂടെ പ്രഭാത സന്ദേശം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ ചിന്തയ്ക്കായി തിരുവചനത്തിൽ നിന്ന് ഒരു വേദഭാഗം വായിക്കാം. യെഹെസ്കേൽ പ്രവചനം 15-ാം അധ്യായത്തിന്റെ 2-ാം വാക്യം. പ്രവാചകനോട് ദൈവം ചോദിക്കുന്ന ഒരു ചോദ്യം. മനുഷ്യപുത്ര, ഇങ്ങനെ വായിക്കുന്നു: മനുഷ്യപുത്ര, കാട്ടിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ കേവലം ഒരു വള്ളിച്ചെടിയായിരുന്ന മുന്തിരിവള്ളിക്ക് മറ്റു വൃക്ഷങ്ങളെക്കാൾ എന്ത് വിശേഷതയുള്ളൂ? ആമേൻ. നമ്മോട് തന്നെ ചോദിക്കുന്ന ചോദ്യമാണ്. കേവലം കാട്ടുവൃക്ഷങ്ങളുടെ ഇടയിൽ ഒരു വള്ളിച്ചെടി പോലെ പ്രയോജനമില്ലാത്ത ഒരവസ്ഥയിൽ ഇരുന്ന നമുക്ക് ദൈവം തെരഞ്ഞെടുക്കുവാൻ നമുക്ക് എന്ത് വിശേഷതയാണ് ഉണ്ടായിരുന്നത്? എന്ത് മെച്ചമാണ് നമ്മളിൽ നിന്ന് ദൈവം കണ്ടത്? ദൈവം വീണ്ടും പ്രവാചകനോട് തുടർന്നുള്ള വാക്യങ്ങളിൽ ചോദിക്കുകയാണ്. അതിൻ്റെ കമ്പോ വള്ളിയോ തടിയോ ഒക്കെ എടുത്ത് ഒരു മരപ്പണി ചെയ്ത്, ഒരു ഫർണിച്ചർ, ഒരു കസേര, ഒരു മേശ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു അലമാര, ഏതെങ്കിലും ഒരു ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ കഴിയുമോ? ഇല്ല. പ്രവാചകന്റെ മനസ്സിൽ നിന്ന് ഉത്തരം വന്നു, ഇല്ല, ഉണ്ടാക്കാൻ കഴിയില്ല. വീണ്ടും ദൈവം ചോദിക്കുകയാണ്, അതിന്റെ ഒരു കഷ്ണം എടുത്ത് ഒരാണിയാക്കി സൃഷ്ടിച്ചൊരു ഭിത്തിയിലടിച്ച് എന്തെങ്കിലും തൂക്കിയിടാൻ തക്കവണ്ണം കേവലം ഒരാണിയായിട്ടെങ്കിലും ഈ വള്ളിയെ രൂപകൽപ്പന ചെയ്യാൻ കഴിയുമോ? ഇല്ല, പറ്റില്ല. പിന്നെ എന്തിനു കൊള്ളാം? ഈ വള്ളിയെല്ലാം കൂടെ കൂട്ടിയിട്ട് തീയിലിട്ട് ചുട്ടുകളയാൻ കൊള്ളാം. അതിനെ ചാമ്പലാക്കി കൃഷിക്ക് ഉപയോഗിക്കാൻ കൊള്ളാം. അതിനല്ലാതെ മറ്റെന്ത് പ്രയോജനം അതുകൊണ്ടുള്ളൂ? ആ വള്ളിച്ചെടിക്ക് എന്ത് വിശേഷതയാണ് ഉണ്ടായിരുന്നത്? എന്നാൽ നാം വിശേഷതയുള്ളവരായി കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ ദൈവം നമുക്ക് എത്ര വലിയ ഭാഗ്യം തന്നിരിക്കുന്നു. അവിടെ നാം വായിച്ചതായ വേദഭാഗത്തിന്റെ ഒടുവിൽ ദൈവത്തിന്റെ ആത്മാവ് പ്രവാചകനോട് പറയാണ്, ഈ തീയിലിട്ട് ചുട്ടുകളഞ്ഞതായ വള്ളിച്ചെടിയുടെ അതിന്റെ ചുവടും അതിന്റെ നാമ്പും ചുട്ടുപോയാൽ ഒരിക്കലും കിളിക്കാത്ത നടുതലയായി അത് മാറിയില്ലയോ? യെസ്, അങ്ങനെയാണ് സംഭവിക്കുക. എന്നാൽ സെഖറിയാ പ്രവചനം 3-ാം അധ്യായത്തിന്റെ 2-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുത്തതായ കൊള്ളികളല്ലയോ? യോശുവയെ കുറിച്ച് പറയുകയാണ്. യോശുവയെ കുറ്റം ചാർത്തിക്കൊണ്ടിരുന്ന സാത്താനോട് ദൈവം കൊടുക്കുന്ന മറുപടി, ഇവൻ തീയിൽ നിന്ന് വലിച്ചെടുത്ത കൊള്ളിയല്ലയോ? ചുട്ടരിക്കുവാൻ വിധിക്കപ്പെട്ട്, ചാമ്പലാക്കുവാൻ വിധിക്കപ്പെട്ട്, ആർക്കും പ്രയോജനമില്ലാത്ത ഒരവസ്ഥയിൽ ആരും തിരിഞ്ഞു നോക്കാത്ത ഒരു കാട്ടുവള്ളിയായി മാത്രം അവശേഷിച്ചിരിക്കെ, ഈ വള്ളി ചുട്ടെരിഞ്ഞുകൊണ്ടിരുന്ന അവസ്ഥയിൽ നിന്നും തീയിൽ നിന്നും വലിച്ചെടുത്ത് അതിന് വിശേഷ വസ്ത്രം ധരിപ്പിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവമക്കൾ എന്നുള്ളതായ ഒരു നാമകരണമൊക്കെ തന്ന് നമ്മെ സ്നേഹിപ്പാൻ നമുക്ക് എന്തുള്ളൂ? പ്രൈസ് ദി ലോർഡ്. യൂദായുടെ ലേഖനത്തിൽ ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു, ചിലരെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിപ്പീൻ. ചുട്ടെരിയുന്നതായ അവസ്ഥയിൽ നിന്ന് നമ്മെ വലിച്ചെടുത്ത് ഒരു വിശേഷ ചെടിയാക്കി മാറ്റി. എന്താണ് അതിൽ നിന്നും ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്? ദൈവത്തെയും മനുഷ്യനെയും സന്തോഷിപ്പിക്കുന്നതായ വീഞ്ഞുൽപ്പാദിപ്പിക്കുന്ന ഒരു വള്ളിച്ചെടിയായി മാറ്റിക്കഴിഞ്ഞപ്പോൾ അതിൻ്റെ വില അങ്ങ് കൂടി. ഒരു മുന്തിരിച്ചെടിയുടെ വില, ഒരു മുന്തിരിത്തോട്ടത്തിന്റെ വില, എത്ര വലിയ വിലയുള്ളതാണ് മുന്തിരിത്തോട്ടങ്ങൾ! ദൈവത്തിൽ സന്തോഷിക്കുന്നത്, ദൈവത്തെ സന്തോഷിപ്പിക്കുന്ന ദേഹികളാക്കി നമ്മെ മാറ്റിയ ദൈവത്തിന്റെ സ്നേഹം. അതാണ് യോഹന്നാൻ പറയുന്നത്, കാൺമീൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ ദൈവം നമുക്ക് എത്ര വലിയ ഭാഗ്യമാണ് തന്നിരിക്കുന്നത്. ഇങ്ങനെ ദുഷ്ടന്റെ മക്കളായി, പിശാചിന്റെ സന്തതിയായി, ഈ ലോകത്തിന്റെ സന്തതിയായി, പ്രത്യാശയില്ലാത്ത മനുഷ്യർ, ദൈവമെന്ന് വിളിക്കാൻ പോലും, ദൈവത്തെ ആരാധിക്കുവാൻ യാതൊരു യോഗ്യതയും അർഹതയും, ദൈവത്തിന്റെ നാമത്തോട് പോലും അടുത്ത് ചെല്ലുവാൻ വിധിയില്ലാതെ ചുട്ടരിക്കുന്നതിന് വേണ്ടി, തീക്ക് വേണ്ടി കാത്തിരുന്നതായ ഒരു അനുഭവത്തിൽ നിന്ന് നമ്മെ അതിൽ നിന്ന് വലിച്ചെടുത്ത് കൊണ്ടുവന്ന് വിശേഷതയുള്ള ജനമാക്കി മാറ്റി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ ഭൂമിയിൽ വെച്ച് മറ്റാർക്കും ലഭിക്കാത്തതായ ഭാഗ്യം. അനേക കാട്ടുചെടികൾ ദിവസവും വളർന്നു പൊങ്ങി വലിയ വലിയ തടികളായി, വൃക്ഷങ്ങളായി
അതുകൊണ്ട് അനേക ഉപകാരങ്ങൾ ഈ ലോകത്തിൽ മനുഷ്യർക്കുണ്ടാക്കാമെങ്കിലും ദൈവത്തിന് പ്രയോജനമില്ലാത്ത മരങ്ങളായി അത് ഈ ഭൂമിയിൽ അത് ആഡംബരമായി വിലയുള്ളതായിട്ടൊക്കെ തീരുന്നുണ്ടെങ്കിലും ദൈവസന്നിധിയിൽ യാതൊരു വിലയുമില്ല. എങ്കിലും അതിനിടയിൽ കാട്ടുവള്ളിയായിരുന്ന നമ്മെ ദൈവം വിളിച്ചു വേർതിരിച്ചു, ഓമന പേർച്ചോട്ട് വിളിച്ചു. അവൻ നമ്മെ സ്നേഹിച്ചു, നമുക്ക് വേണ്ടി അവന്റെ ജീവനെ തന്നു, നമ്മെ നല്ല മുന്തിരിവള്ളിയാക്കി തീർത്തു. ഞാൻ തന്നെ മുന്തിരിവള്ളിയാകുന്നു, ഞാൻ മുന്തിരിത്തോട്ടമാകുന്നു, എന്റെ പിതാവ് തോട്ടക്കാരനാകുന്നു. നിങ്ങളെ ഞാൻ ഇതിലേക്ക് ഒട്ടിച്ചേർന്ന് നിങ്ങൾ കാട്ടുമുന്തിരിയായിരിക്കെ നല്ല മുന്തിരിയോട് ചേർത്ത് നിങ്ങളെ ചേർത്തിണക്കി. നിങ്ങളിൽ നിന്ന് ഫലമുണ്ടാകേണ്ടതിന് എന്ത് ഫലമാണ് അതിൽ നിന്നുണ്ടാകുന്നത്? ദൈവത്തെ സന്തോഷിപ്പിക്കുന്നതായ ഫലം അതിൽ നിന്ന് പുറപ്പെടുവാൻ. ദൈവം വീഞ്ഞു കുടിക്കുന്നവനല്ല. മനുഷ്യരെ പോലെ ദൈവം വീഞ്ഞ് ആവശ്യപ്പെടുന്നില്ല. അതല്ല ദൈവത്തെ സന്തോഷിപ്പിക്കുന്നത്. ദൈവത്തിന്റെ വചനത്തിൽ ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യമോ നമ്മുടെ പ്രവൃത്തിയും വാക്കുകളും ചിന്തകളും ഒക്കെയും നാം ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുന്ന ജനമായതുകൊണ്ട് അവനെ സന്തോഷിപ്പിക്കുന്നതാണ്. അവൻ സ്വർഗത്തിൽ നിന്ന് നമ്മെ കണ്ട് സന്തോഷിക്കുന്നു, നമ്മുടെ പ്രവൃത്തികളെ കണ്ട് സന്തോഷിക്കുന്നു, നമ്മുടെ ആരാധനയെ കണ്ട് സന്തോഷിക്കുന്നു. നാം അവനിൽ ആശ്രയിക്കുന്ന മനുഷ്യരായി തീരുമ്പോൾ കാട്ടുമുന്തിരിവള്ളിയായിരുന്ന നമ്മെ ദൈവം സ്നേഹിക്കുന്ന മുന്തിരിത്തോട്ടങ്ങളായി, മുന്തിരിച്ചെടിയായി ദൈവം നമ്മെ മാനിക്കുന്നു. നമ്മുടെ വസ്ത്രത്തെ അവൻ മാറ്റുന്നു. മുഷിഞ്ഞ വസ്ത്രത്തെ മാറ്റി നമുക്കിതാ രാജവസ്ത്രം തന്ന് നമ്മെ ഉടുപ്പിച്ച് നമ്മെ യോഗ്യതയുള്ളവരാക്കി തീർത്തു. ഇതാണ് ദൈവം നമ്മെ തെരഞ്ഞെടുത്തത് കൊണ്ട് നമുക്ക് ലഭിക്കുന്നതായ ഭാഗ്യം. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുന്നു. എന്നാൽ പലപ്പോഴും കാട്ടുമുന്തിരിയുടെ അനുഭവങ്ങൾ പലപ്പോഴും വന്നേക്കാം. കാട്ടുമുന്തിരിയുടെ ആ സ്വഭാവങ്ങൾ നമ്മൾ പലപ്പോഴും വന്നേക്കാം. പക്ഷെങ്കിൽ നമുക്കൊരു രക്ഷകൻ, അവന്റെ വചനം നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മുടെ കുറവുകളും വീഴ്ചകളും താഴ്ചകളും അവന്റെ സന്നിധിയിൽ കടന്നു വന്ന് അവനോട് നിരപ്പാകുവാനുള്ളതായ വലിയൊരു അവകാശം നമുക്ക് തന്നു. കർത്താവേ, കഴിഞ്ഞ കാലങ്ങളിലൊക്കെയും ഞാൻ കാട്ടുമുന്തിരിവള്ളിയായിരുന്നു. എന്നിൽ പ്രശംസിക്കുവാനും ആശ്വസിക്കുവാനും പ്രത്യാശിക്കുവാനും യാതൊന്നുമില്ലാതിരിക്കെ നീ എന്നെ സ്നേഹിച്ചു. എങ്കിലും പലപ്പോഴും കാട്ടുവള്ളിയുടെ സ്വഭാവം എന്നിൽ വന്നിട്ടുണ്ട്. എങ്കിലും നീ എന്നെ സ്നേഹിച്ച് നിന്റെ ആത്മാവിനെ എന്നിൽ പകരുമെങ്കിൽ എന്റെ ഈ മുഷിഞ്ഞ വസ്ത്രം ഒന്ന് മാറി ഞാനൊരു രാജവസ്ത്രമാക്കി മാറ്റും. ആ വസ്ത്രം ഉടുത്തവനായി ദൈവത്തിന്റെ സന്നിധിയിൽ ശോഭിക്കുന്നവനായി തീരും. അങ്ങനെയുള്ള ദൈവമക്കൾക്ക് ജീവിതത്തിൽ ഒരു പ്രത്യാശയുണ്ട് പ്രിയരെ. ഈ ഭൂമിയിലെ ഈ തീയും ഈ വലിയ കഷ്ടതയും ഈ ഞെരുക്കവും സങ്കടവും പരിഹാസവും നിന്നയും ഈ വലിയ കഷ്ടതകളൊന്നും കണ്ട് അവന്റെ ജീവിതത്തിൽ ഒരാവലാതി ഉണ്ടാകുകയില്ല. അവനൊരു പ്രത്യാശ വർദ്ധിക്കും. എന്താണെന്ന് അറിയാമോ? ഞാൻ ദൈവത്തെ സന്തോഷിപ്പിക്കുന്നവനാക്കി, ദൈവം എന്നെ മാറ്റിയതിനാൽ, ഞാൻ അവനെ മാനിക്കുന്നതിനാൽ അവൻ എന്നെയും മാനിക്കും. നമ്മുടെ ജീവിതത്തിൽ ദൈവം തന്നിരിക്കുന്നതായ അവസ്ഥ തന്റെ പ്രിയ മക്കളാകുവാൻ അവൻ അവകാശം തന്നു. തോട്ടക്കാരൻ ആ മുന്തിരിവള്ളിയുടെ ആ തോട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ നാം ഫലഭൂയിഷ്ടമുള്ള വൃക്ഷങ്ങളായി തീരുന്നത് കാണുമ്പോൾ അവൻ സന്തോഷിക്കുന്നു. നമ്മളിൽ നിന്ന് പുറപ്പെടുന്ന സന്തോഷകരമായ ആ ഫലങ്ങളെ കാണുമ്പോൾ ദൈവത്തിന്റെ പ്രസാദം. ഒരു നല്ല കലാകാരൻ ആ തടിക്കഷ്ണത്തെ, ഒരു വേരിനെ അതിന് വളരെ ഇമ്പമായി അതിനെ ഒരുക്കി അതിനെ നമ്മുടെ ആ സിറ്റിംഗ് റൂമിലൊക്കെ വെക്കുമ്പോൾ എത്ര അതിശയകരമായ കാഴ്ചയാണ്. ചില തടികളിൽ ആ കലാകാരന്മാർ ചെയ്യുന്നതായ പണികളൊക്കെ കാണുമ്പോൾ നമുക്ക് അതിശയം തോന്നിപ്പോകും. എന്നാൽ അതിനൊരു ഹിസ്റ്ററി ഉണ്ട്, അതിനൊരു കഥയുണ്ട്. ഒരു കാലത്ത് ആരും നോക്കാത്ത ചില വൃക്ഷമായി, വേരുകളായി ആ ഭൂമിയിൽ തഴഞ്ഞിട്ടിരിക്കുകയായിരുന്നു. കർത്താവ് ഒരു ഉദാഹരണം പറഞ്ഞു, ഒരു ഉപമ പറഞ്ഞു. അവൻ വയലിൽ ഒരു വിലയേറിയ രക്തം കണ്ടു, ഒരു മുത്തിനെ കണ്ടു. ആരും നോക്കാതെ ആ മുത്ത് ആരുടെയും കണ്ണിൽ പ്രകാശം കൊടുത്തില്ല. എന്നാൽ യഥാർത്ഥമായി ശോഭിക്കുന്ന ആ മുത്തിനെ നല്ലൊരു കച്ചവടക്കാരൻ കണ്ടപ്പോൾ അവന്റെ വിലയെക്കുറിച്ച്, അതിന്റെ ആവരണം, മുത്തിന്റെ ആവരണം കറുത്തതാണെങ്കിലും ആ കറുപ്പിന്റെ ഉള്ളിൽ അതിന് ഒരു വിലയുണ്ടെന്ന കച്ചവടക്കാരന് ദൂരമേ കണ്ടപ്പോഴേ മനസ്സിലായി. അവൻ എന്താ ചെയ്തതെന്നറിയാമോ? പെട്ടെന്ന് കുറെ കരിയിലൊക്കെ എടുത്തോണ്ട് വന്ന് അത് മറച്ചു വെച്ചു, ആരും കാണാതിരിക്കുക. എന്നിട്ട് പോയി അവനുള്ളതെല്ലാം വിറ്റിട്ട് വന്ന് അതിന്റെ വിലയെ മനസ്സിലാക്കിയപ്പോൾ ഇത് സാധാരണ അവന്റെ കയ്യിലുള്ളത് കൊടുത്താൽ കിട്ടില്ല എന്ന് മനസ്സിലായി. അവൻ അപ്പന്റെ വീട്ടിലേക്ക് ചെന്നു. അപ്പൻ കൊടുത്ത അവകാശങ്ങൾ മുഴുവനും വിറ്റു. അതുകൊണ്ട് വന്ന് ആ മുത്തിരുന്നതായ ആ വയലിനെ വാങ്ങുകയുണ്ടായി. ആ വയൽ, ദൈവത്തിന് മഹത്വമുള്ള ആ വയലിൽ കണ്ടതായ മുത്തുകൾ നാം ഓരോരുത്തരും ഈ ലോകത്തിൽ നിന്ന് ദൈവം ഈ ലോകത്തെ മുഴുവനും മുത്തുകൾ നിറഞ്ഞതായ ലോകത്തെ, ഭൂമിയെ, കുടുംബങ്ങളെ, ജീവിതങ്ങളെ കർത്താവ് വാങ്ങിയപ്പോൾ
ആ മുത്തിന്റെ വിലയേറിയതായ ആ വില കേട്ടപ്പോൾ മനുഷ്യർക്ക് അതിശയമായി പോയി. ഇന്നലെ വരെയും വയലിൽ ആരും നോക്കാതെ കിടന്ന ഒരു അനുഭവം. എന്നാൽ ഇന്ന് അതിനെ ഒരു യോഗ്യതയുള്ള ഒരു കച്ചവടക്കാരന്റെ കയ്യിൽ വന്നപ്പോൾ, അത് കമ്പോളത്തിൽ വന്നപ്പോൾ അതിന്റെ വില കേട്ട് മനുഷ്യർക്ക് അതിശയമായി പോയി. ഇന്നലെ വരെയും ഒരു വൃക്ഷങ്ങളിലും പ്രയോജനമില്ലാതെ, ഒരു വൃക്ഷങ്ങളെക്കാളും പ്രയോജനമില്ലാതെ കേവലം കാട്ടുവള്ളിയായി ചുട്ടരിക്കുവാൻ വിധിക്കപ്പെട്ട ജീവിതങ്ങളെ കർത്താവ് തെരഞ്ഞെടുത്തുകൊണ്ട് വന്ന് തീയിൽ നിന്ന് വലിച്ചെടുത്തു കൊണ്ടുവന്ന് ഇതാ ശോഭയുള്ളൊരു ഒരു കൃഷിയാക്കി, ഒരു ചെടിയായി അതിനെ വളർത്തി അതിന് ദൈവം അവകാശിയായി തീർന്നു. ദൈവത്തിന്റെ തോട്ടത്തിലെ മുന്തിരിവള്ളിയായി തീരുവാൻ നമുക്ക് കിട്ടിയ ഭാഗ്യം. കാൺമേൻ, നാം ദൈവമക്കളെന്ന് വിളിക്കപ്പെടുവാൻ അവൻ എത്ര വലിയ ഭാഗ്യം തന്നിരിക്കുന്നു. ദൈവമക്കളെങ്കിൽ നമുക്ക് അവകാശമുണ്ട്. നാം പുത്രനെങ്കിൽ നമുക്കും ദൈവം അവകാശങ്ങൾ തരുന്നു. എന്താണ് അവകാശം? അവനെ അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ ഉള്ളതായ നമ്മുടെ വാക്കുകൾ കൊണ്ട് എന്ന സ്വർഗസ്ഥനായ പിതാവേ എന്ന് വിളിക്കുവാൻ നമ്മുടെ പ്രാർത്ഥനകളെ അവന്റെ സന്നിധിയിൽ ഒരു അപ്പനോട് മകൻ പറയുന്നത് പോലെയുള്ളതായ ഒരു സ്വാതന്ത്ര്യം ദൈവസന്നിധിയിൽ നമുക്ക് തന്നത്, നമ്മുടെ കഷ്ടങ്ങളിൽ ദൈവത്തോട് അടുക്കുവാൻ നമുക്ക് തന്ന സാവകാശം, നമ്മുടെ സങ്കടങ്ങൾ കർത്താവിനോട് പറയുവാൻ തന്നതായ ഒരു വലിയ ഒരു അവകാശം ദൈവം നമുക്ക് തന്നത് ഒരു ചെറിയ കാര്യമല്ല. സർവശക്തനായ ദൈവം നമ്മെ ഒന്നുമില്ലായ്മയിൽ സ്നേഹിച്ചു. യോഗ്യതയൊന്നുമില്ലാത്തടത്തുനിന്ന് നമ്മെ വിളിച്ചുകൊണ്ടുവന്നു. നമ്മെ വെട്ടിയെടുത്ത പാറയിലേക്കും നമ്മളെ കുഴിച്ചെടുത്ത ഖനിയിലേക്കും നമ്മൾ നോക്കുമ്പോൾ, ഈ പ്രഭാതത്തിൽ നമ്മുടെ ജീവിതത്തിൽ നാം ഒന്ന് ധ്യാനിക്കുമ്പോൾ ആ ദൈവത്തോട് എത്ര നന്ദി പറഞ്ഞാലും പോരാ പ്രിയരെ. സന്നിധിയിൽ അവൻ നമ്മെ അവകാശിയാക്കിയത് മാത്രമല്ല, സകലത്തിനും അവന്റെ സന്നിധിയിൽ കടന്നു വരുവാനുള്ള ഒരു ധൈര്യം നമുക്ക് തന്നു. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ദൈവം തന്നതായ അവകാശത്തിന്മേൽ നാം സന്തോഷിക്കുമ്പോഴാണ്, ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിലും അവന്റെ സ്നേഹത്തിലും നാം സന്തോഷിക്കുമ്പോഴാണോ ദൈവവും നമ്മെ കണ്ട് സന്തോഷിക്കുന്നത്, ദൈവം നമ്മിൽ പ്രസാദിക്കുന്നത്. ദൈവത്തിൽ സന്തോഷിക്കുന്നവരായി ദൈവത്തോട് അടുത്ത് ചെല്ലുവാൻ സ്വാതന്ത്ര്യം തന്നതായ സ്വാതന്ത്ര്യത്തെ ഉപയോഗിക്കുന്നവരായി നാം ഈ നാളുകളിൽ ആയിത്തീരുവാൻ ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. ഒരു കാലത്ത് മറ്റു വൃക്ഷങ്ങളെക്കാൾ യാതൊരു വിശേഷതയും ഇല്ലാതിരുന്ന നിങ്ങളെ ദൈവം സ്നേഹിച്ചു, ദൈവം മാനിച്ചു. നീ വന്നിരിക്കുന്നതായ സ്ഥാനം, നിന്നെ ദൈവം കൊണ്ടുവന്നിരിക്കുന്നതായ സ്ഥാനങ്ങൾ ദൈവത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട നിനക്ക് വേണ്ടി നൽകപ്പെട്ട ദാനങ്ങളാണ്. അതൊരു പക്ഷെങ്കിൽ കഷ്ടതയുടെ വഴികളാകാം. പല ദുഃഖങ്ങളും പ്രയാസങ്ങളും ദൈവമാക്കിയ സ്ഥാനത്ത് നിനക്ക് നേരിടേണ്ടി വന്നേക്കാം. സാരമില്ല, അതിനങ്ങേപ്പുറത്തൊരു സന്തോഷമുണ്ട്. നീ ദൈവത്തെ സന്തോഷിപ്പിക്കുന്നവനെങ്കിൽ, ദൈവത്തിന്റെ സന്നിധിയിൽ ദൈവം നിനക്ക് ആക്കി വെച്ച തോട്ടത്തിൽ നീ ഒരു വിശേഷതയുള്ള ഒരു മുന്തിരിച്ചെടിയായി വളരുവാൻ നിന്നെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കുന്നുണ്ടെങ്കിൽ, ദൈവം ആ മുന്തിരിത്തോട്ടത്തിൽ വരുമ്പോൾ നിന്റെ ക്ഷീണങ്ങളൊക്കെ മാറും, നിന്റെ സങ്കടങ്ങളൊക്കെ മാറും, നിന്റെ തളർച്ചയെല്ലാം മാറും. അവൻ നിനക്ക് വേണ്ടുവോളം വെള്ളം തന്ന്, ആഹാരം തന്ന് അവൻ നിന്നെ പുലർത്തും. അവൻ നിന്റെ പരിപാലനം ഒരു പ്രാവശ്യം കൂടെ തിരിച്ചറിയുവാൻ ഈ പ്രഭാതം നിന്നെ സഹായിക്കുമാറാകട്ടെ. ഗാഡ് ബ്ലെസ് യു.